നമസ്കാരം. മനുഷ്യജന്മത്തെ പറ്റിയാണ് പറയുന്നത്. ഒരമ്മയുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ പറ്റി വളരെയധികം മോഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഈ മാതാപിതാക്കൾ മെനഞ്ഞുണ്ടാക്കുന്നത്. ഈ കുഞ്ഞിനെ ജനിപ്പിച്ചു കഴിഞ്ഞാലോ ആ കുഞ്ഞിന് നല്ല സ്നേഹവും പരിപാലനവും കൊടുക്കുവാൻ മാതാപിതാക്കൾ പരിശ്രമിക്കുന്നു. കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ ജോലിക്ക് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് കുഞ്ഞിനെ പോറ്റുന്നു. ഈ കുഞ്ഞ് വളർന്ന് വലുതാകും തോറും ഈ കുഞ്ഞിന് വേണ്ടുന്നത്ര വിദ്യാഭ്യാസം കൊടുക്കുന്നു. വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു കഴിഞ്ഞാലോ നല്ല ജോലി തരപ്പെടുത്തുന്നു. പോരാതെ അവൻ്റെ കുടുംബജീവിതം സുരക്ഷിതത്വമാക്കുവാൻ വേണ്ടി അവന് തുണയ്ക്ക് വേണ്ടി അവർ നെട്ടോട്ടമോടുകയാണ് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞ് പുറത്തെവിടെങ്കിലും പോയാലോ അവൻ മടങ്ങി വരുന്നത് വരെയും ഒരു സമാധാനവുമില്ലാതെ ഈ മാതാപിതാക്കൾ ദുഃഖിക്കുന്നു. അവൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പിന്നെ അവൻ വീട്ടിൽ മടങ്ങിയെത്തുന്നത് വരെയും കണ്ണിലെണ്ണ ഒഴിച്ച് ഈ മകന് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് സമാധാനം ലഭിക്കുന്നു. പോരാതെ ഈ മകനുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, സ്നേഹങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്തിനെന്ന് പറയണ്ടോ, ഉറങ്ങുവാൻ പോലും ഒരേ സമയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മകൻ ഒരു ദിവസം പെട്ടെന്ന് മരണപ്പെട്ടു പോയാലോ ആ 40 വരെയും ഈ മകൻ്റെ ചെറുപ്പകാലം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പലതും പറഞ്ഞ് ഇവർ വിലപിക്കുകയാണ് ചെയ്യുന്നത്. ആ 40ാമത്തെ ദിവസം ഈ മകൻ്റെ ആത്മാവിനെ വീട്ടിൽ നിന്നും പുറത്താക്കുവാൻ വേണ്ടി നല്ലൊരു കണിശനെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞ് നല്ലൊരു കർമ്മങ്ങൾ നടത്തി പ്രതിമയിൽ ഈ മകൻ്റെ ആത്മാവിനെ ആവാഹിച്ചെടുത്ത് അമ്പലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും നിങ്ങൾ കർമ്മങ്ങൾ നടത്തിയ ആത്മാവ് ഈ പ്രതിമയിൽ വസിക്കത്തില്ല, അമ്പലത്തിലും വസിക്കത്തില്ല. ആത്മാവിന് വസിക്കുവാൻ വേണ്ടി തമ്പുരാൻ 2 രാജ്യമേ ഒരുക്കിയിട്ടുള്ളൂ, ദൈവരാജ്യവും പാതാളവും. നിങ്ങൾ കർമ്മങ്ങൾ നടത്തിക്കോ, പക്ഷേ ആ കർമ്മം നടത്തിയ പ്രതിമ മാത്രമേ അമ്പലത്തിൽ വസിക്കത്തുള്ളൂ. ആത്മാവിന് ജീവനുണ്ട്, അതുകൊണ്ട് അമ്പലത്തിൽ വസിക്കത്തില്ല. നമ്മുടെ ആത്മാവ് കാക്കയോ പൂച്ചയോ മറ്റും വസ്തുക്കളല്ല അമ്പലത്തിൽ വസിക്കുവാൻ. നിങ്ങളുടെ മകൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആ മകൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കത്തുള്ളൂ, ദൈവരാജ്യത്തിലേക്ക് എടുക്കുകയുള്ളൂ. അത് തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ കർമ്മങ്ങൾ നടത്തിയ ആത്മാവിനെ സാത്താൻ എന്ത് ചെയ്യും? അവൻ കരസ്ഥമാക്കി ഈ ഭൂമിയിലൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആ മകൻ്റെ ആത്മാവിന് ഒരിക്കലും നിത്യശാന്തി കിട്ടത്തില്ല. അവൻ സാത്താൻ്റെ കരങ്ങളിലാണുള്ളത്. അതുകൊണ്ടാണ് സാത്താൻ്റെ കരങ്ങളിലായ പിന്നെ മോചനമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തോട് മരണപ്പെട്ട വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന കഴിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി തമ്പുരാൻ ആ ആത്മാവിനെ ദൈവരാജ്യത്തിലേക്ക് എടുക്കപ്പെടും.